NSSനെ ആക്ഷേപിച്ചു. NSSനെ മാത്രമല്ല എല്ലാ സമുദായങ്ങളെയും. അപ്പോൾ പറച്ചിലും പ്രവൃത്തിയായിട്ട് ഇതില്ലെന്ന് അയാളുടെ നേതാവാണോ? എല്ലാ നേതാക്കന്മാരും വന്നു. ഏതാ നേതാവാണ് ഇത്ര ആക്ഷേപിച്ചത്? ഒരു നേതാവ് അയാൾ മാത്രമേ ഉള്ളൂ. NSSനെ ആക്ഷേപിച്ചു. NSSനെ മാത്രമല്ല എല്ലാ സമുദായങ്ങളെയും. പറയാനുള്ളത് പറയും. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റോട്ടെ എന്നാണ് സതീശൻ ഇന്നും പറഞ്ഞത്. അല്ലേ, ഇപ്പോഴല്ലേ പറയുന്നത്? ഇപ്പൊ എന്നിട്ട് തന്നെ ഓരോരുത്തർക്കും ചെന്ന് കയറുന്നു. അപ്പൊ പറച്ചിലും പ്രവൃത്തിയായിട്ട് ഇതില്ലെന്ന് അയാളുടെ നേതാവാണോ? പറഞ്ഞിട്ട് നീക്കണ്ടേ? ഞങ്ങൾ അന്ന് മുതൽ അയാളോട് ഈ സമീപനം തന്നെ. അല്ലാതെ അയാൾ മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഇങ്ങോട്ട് ആര് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് VD സതീശൻ വരികയാണെങ്കിൽ, NSS ആസ്ഥാനത്ത് വരികയാണെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകുമെന്ന് ഇവിടെ വരാനും ആരോ ഇവിടെ ആരെല്ലാം വന്നേച്ചു പോകുന്നു. വന്നല്ലോ ഇതിനിടയിൽ 1-2 പ്രാവശ്യം വന്നു. ചാടിക്കര് വന്നു. ഇവിടുത്തെ ബിഷപ്പ് തിരുമേനി മരിച്ചേന് KC വേണുഗോപാലും ഇയാളും കൂടെ വന്നേച്ച് പറഞ്ഞ മനസ്സിലായി. കാപ്പി കുടിച്ചേച്ചേ പോകുന്നു. കാപ്പി കുടിച്ചിട്ടാ പോയത്. ഇല്ല, അത് ജനങ്ങൾ കൊടുത്തോളും. ഞങ്ങൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. അവർ VD സതീശന് വോട്ട് ചെയ്യുന്നവർ VD സതീശന് വോട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയാണ്. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്നൊന്നും വിചാരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് വേണ്ടപ്പോൾ ചെയ്തോളും. പിന്നെ നമ്മൾ കയറി ഉപദേശിച്ചിട്ടും ഈ ബഹളം വെച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. പൊതുപ്രവർത്തകരാകുമ്പോൾ എല്ലാ സഭാ മതവിഭാഗ നേതാക്കളെ കാണുന്നതിൻ്റെ അകത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? അവർ വരുമ്പോൾ അവർ നമ്മൾക്ക് ഒരു കീഴ്പ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അവർ നമുക്ക് വിധേയപ്പെടണമെന്ന് നമ്മൾ ആരെയാ നിശ്ചയിച്ചിരിക്കുന്നത്? ആരെയാ നിശ്ചയിച്ചത്? ഇപ്പം അദ്ദേഹം ആരണ്ടോ ചോദിച്ചല്ലോ, എല്ലാവർക്കും വരണം. ആരെങ്കിലും നിശ്ചയിച്ചോ? പറ. ഞങ്ങൾ ആരെങ്കിലും നിശ്ചയിച്ചോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ചോദിച്ചോ.